ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മക്കളെ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ റിട്ടുകളെ കുറിച്ചാണ്. ആ ക്ലാസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ആദ്യം SCRT ചാപ്റ്റർ, അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് നോട്ട്സും പഠിച്ച് സെറ്റായിട്ട് അങ്ങ് പോവാം. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ആദ്യം തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മക്കളെ, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് എന്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം ഉറപ്പു നൽകാനാണ് ഈ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇവിടെ അവലംബിക്കുന്നത്. ഈ ഒരു ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അത് അയർലൻഡിൽ നിന്നും കടമെടുത്ത ആശയമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് അയർലൻഡ് അല്ല, അത് സ്പെയിനാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, അതെവിടെ നിന്നാണ്? സ്പെയിനിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് ഇത് കടം കൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? അത് അയർലൻഡിൽ നിന്നാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ സ്പെയിനിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് കടമെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. എന്താണ് ഈ പറയുന്ന വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം, അല്ലെങ്കിൽ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി, അതായത് വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യം ഉറപ്പു നൽകാൻ വേണ്ടിയിട്ടാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. ഈ ഒരു ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയർലൻഡിൽ നിന്നും കടമെടുത്ത ആശയമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഭരണഘടനയിൽ ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിനിൽ നിന്നും കടമെടുത്ത ആശയമാണ്. ആദ്യമായിട്ട് ഇത് വന്നത് സ്പെയിനിലാണ്, അതിനുശേഷമാണ് അയർലൻഡ്. ഓക്കെ, അപ്പോൾ സ്പെയിനിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ആര് കടം കൊണ്ടത്? നിലവിൽ നമ്മുടെ അയർലൻഡ് കടം കൊണ്ടത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയർലൻഡിൽ നിന്നാന്നുള്ളതും ഓർക്കുക. ഓക്കെ, അപ്പോൾ ജനക്ഷേമം മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് വന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ വന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഡോക്ടർ BR അംബേദ്കർ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ അതിന് സമാധാനം പറയേണ്ടി വരും എന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാന്നുള്ളത് PSC ഒത്തിരി തവണ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരേ ഒരു കമ്മിറ്റി പഠിച്ചു വെക്കുക, തേജ് ബഹദൂർ സാപ്രു കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഏത് കമ്മിറ്റിയാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തേജ് ബഹദൂർ സാപ്രു കമ്മിറ്റി ആണെന്നുള്ളത് മക്കളെ മറക്കാതെ പഠിച്ചു വെക്കണം. ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് എഴുതി വച്ചോ, ഒരു നഷ്ടവും. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് ഏത് ഭാഗത്താണെന്നുള്ളത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. നമുക്കൊരു LGS മുതൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ സ്റ്റേറ്റ്മെൻറ്റിൽ വരാം, അല്ലെങ്കിൽ വൺ വേ ടൈപ്പ് വൈസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതർവൈസ് നോൺ ആസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയത് ഭരണഘടനയിലെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പാർട്ടിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മറക്കാതെ ഉറപ്പായും പഠിച്ചു വെക്കണം. പാർട്ട് 4 മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യമാണ്, അതായത് ഇത് ഏത് ഭരണഘടന അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് 36-51. അപ്പോൾ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36-51 ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം, വകുപ്പ്, ആർട്ടിക്കിൾ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36-51. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ അതാണ് എന്തെന്ന് പറയുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ന്യായവാദത്തിന് അർഹമല്ല, അതായത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച മൗലിക അവകാശങ്ങളാണെങ്കിൽ അത് ജസ്റ്റീഷ്യബിൾ ആണ്. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ന്യായവാദത്തിന് അർഹമല്ല, അതായത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. ഏതെന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായി ഒരു പൗരനിപ്പോ കോടതിയെ സമീപിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. എന്നാൽ മൗലിക അവകാശങ്ങളാണെങ്കിലോ അത് ഖനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പൗരന് തീർച്ചയായിട്ടും ആരെ സമീപിക്കാനായിട്ട് പറ്റും, നമുക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെ കോടതിയെ സമീപിക്കുമ്പോൾ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. സുപ്രീം കോടതി ആണെങ്കിൽ 32, അതേപോലെ തന്നെ ഹൈക്കോടതി ആണെങ്കിൽ 226 എന്നുള്ളതും നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ തന്നെ മക്കളെ, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 4 ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം 4. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇത് മക്കളെ ബേസ് ആണ്. അതിനുശേഷം നമുക്ക് SCERT പോകാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. അതായത് എന്താണ് നമ്മുടെ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് എന്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. മക്കളെ ഇതിൻ്റെ ഇംഗ്ലീഷ് കൂടി പഠിച്ചു വയ്ക്കണം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ എന്താണ് DPSP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ് DPSP എന്ന് പറയുന്നത്. ഈ പറയുന്ന DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക, വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറ്റുക. അതായത് സാമൂഹികവും സാമ്പത്തികപരവുമായ ജനാധിപത്യം ഉറപ്പു നൽകാനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നിലകൊള്ളുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ക്ലിയർ അല്ലേടാ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാ കടം കൊണ്ടത്, അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന കൺസെപ്റ്റ് ഇന്ത്യ കടം കൊണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലോകത്തിൽ ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് മക്കളെ, അത് സ്പെയിനാന്നുള്ളത് ഓർക്കുക. അപ്പോൾ സ്പെയിനിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വന്നത്. ഇനി സ്പെയിനിൽ നിന്നാണ് ആര് കടം കൊണ്ടത്, സ്പെയിനിൽ നിന്നാണ് അയർലൻഡ് കടം കൊണ്ടത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഈ ഒരു ആശയം ഇന്ത്യ കടം കൊണ്ടത് അയർലൻഡിൽ നിന്ന്, അതേപോലെ തന്നെ ലോകത്തിൽ ആദ്യമായി വന്നത് സ്പെയിനിലാണ്. അതേപോലെ അയർലൻഡ് കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ്, സ്പെയിനിൽ നിന്നാന്നുള്ളത് ഓർക്കുക. അപ്പോൾ നിലവിലെ സ്പെയിന്, അയർലൻഡ്, ഇന്ത്യ അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം സെറ്റാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു, അതായത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്, തേജ് ബഹദൂർ സാപ്രു കമ്മിറ്റിയാണ്. തേജ് ബഹദൂർ സാപ്രു കമ്മിറ്റിയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ്
ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ വരുന്നത്? 4-ാം ഭാഗത്താണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്, ബേസ് ആണ് മക്കളെ, തെറ്റിക്കരുത്. മക്കളെ ഉറപ്പായും പഠിച്ചു വച്ചേക്കണം, കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റോക്ക് GK ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വച്ച കാര്യം ഒന്നുകൂടി പറയാം. അതായത് ഏത് ഭാഗത്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാം ഭാഗത്താണ്. ഇനി ആർട്ടിക്കിൾ, അനുച്ഛേദം, വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാ? 36 മുതൽ 51 വരെ ഭരണഘടനയുടെ വകുപ്പുകളിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇന്ത്യയെ എന്താക്കി മാറ്റുക? ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക. അതാണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അതായത് ന്യായവാദത്തിന് അർഹമല്ല. ഇത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കോടതിയെ പോയി അല്ലെങ്കിൽ കോടതിയെ സമീപിച്ച് അത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് കേസാക്കാനോ അല്ലെങ്കിൽ എന്താണ് അതൊരിക്കലും നമുക്ക് വാദിച്ച് നടപ്പാക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നോൺ ജസ്റ്റീഷ്യബിൾ ആണ് എന്നുള്ളത് ഓർക്കുക. എന്നാൽ മൗലികാവകാശങ്ങളാണെങ്കിലോ അത് ജസ്റ്റീഷ്യബിൾ ആണ് എന്നുള്ളതും ഓർക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായി ഒരു പൗരന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കോടതിയെ സമീപിക്കാൻ കഴിയില്ല. എന്നാൽ മൗലിക അവകാശങ്ങൾ നടപ്പാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഒരു പൗരന് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, ഭാഗം 4 ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് മക്കളെ ഇതിൻ്റെ അകത്ത് ബേസ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ അംബേദ്കർ നൽകിയ ഒരു കൊട്ടേഷൻ കൂടി നമ്മൾ പറഞ്ഞു. മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ അതിന് സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ് അങ്ങനെ പറഞ്ഞത്. ഈ ഒരു കാര്യം മക്കളെ ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ആയിട്ട്, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന ലെവലിൽ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് എന്ന് തന്നെ കരുതുന്നു. ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് എന്താണ്? അതായത് ക്ഷേമരാഷ്ട്രം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, വെൽഫെയർ സ്റ്റേറ്റ്. അതേപോലെ തന്നെ ഇത് ഇന്ത്യ കടം കൊണ്ടത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവർ കടം കൊണ്ടത് സ്പെയിനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ആദ്യമായിട്ട് ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിനാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ്? തേജ് ബഹദൂർ സാപ്രു കമ്മിറ്റി. ഉൾപ്പെടുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 4 ആണ്. അതേപോലെ തന്നെ ഏത് അനുച്ഛേദത്തിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 to 51 ആണ്. നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അതേപോലെ തന്നെ എന്താണ്? ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ, അതാണ് ഈ പറഞ്ഞത്, നോൺ ജസ്റ്റീഷ്യബിൾ, ലംഘിച്ചു കഴിഞ്ഞാൽ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. മൗലികാവകാശങ്ങളാണെങ്കിൽ നമുക്ക് ലംഘനപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കാൻ പറ്റും. അതേപോലെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം, അതായത് വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു കൺസെപ്റ്റ് വന്നത് ഏതിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണെന്നുള്ളത് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ സെറ്റാണെങ്കിൽ നമുക്ക് നേരെ SCERT ഫാക്റ്റിലേക്ക് പോകാം. അതിനുശേഷം PDF നോട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. മക്കളെ ഒരു ഡൗട്ടും വേണ്ട. 2026 നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. കാരണം ആ ലിസ്റ്റിലെല്ലാം നിങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, കൃത്യമായി ഇങ്ങനെ പഠിച്ച് പോയി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം SCERTയിലെ 8ാം ചാപ്റ്ററിലെ അതായത് 8ാം ക്ലാസ് പുസ്തകത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോ, രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത് അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് എന്തെന്ന് പറയുന്നത്? രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, അതായത് എന്താണ്? അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്.
എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും എന്തു വേണം? ക്ഷേമവും അതേപോലെ തന്നെ പുരോഗതിയും. ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ കഴിയുകയില്ല. അതായത് നമുക്കൊരു പൗരന് നിലവിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം നിലവിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇവ എന്താണ്? നിലവിൽ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. അതായത് കോടതിയുടെ പിൻബലം നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം മക്കളെ ശ്രദ്ധിക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ്. എഴുതി വച്ചു പഠിച്ചോ പുതിയ പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. കാരണം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഭരണഘടനയുടെ ഭാഗം 4 ഒരു 5 പ്രാവശ്യം പറഞ്ഞോടാ മക്കളെ. ഭരണഘടനയുടെ ഭാഗം 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നതിനെക്കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഭാഗത്ത് അല്ലെങ്കിൽ ഏത് പാർട്ടിലാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഭാഗം 4. ഓക്കെ, ഇനി അത് ഏത് അനുച്ഛേദത്തിലാണ് മക്കളെ? 36 മുതൽ 51 വരെ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ വകുപ്പ് അനുച്ഛേദം 36 മുതൽ 51 വരെ. മക്കളെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കതങ്ങ് ഒഴിവാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടണം, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ഭാഗം 4 ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാ? 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് നിലവിൽ എന്തിനെക്കുറിച്ച് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറയുന്നത്. ഭരണനിർവഹണത്തിനും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണിത്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങളെന്നും സോഷ്യലിസ്റ്റ് ആശയങ്ങളെന്നും ഗാന്ധിയൻ ആശയങ്ങളെന്നും 3 തരംതിരിക്കാം. അപ്പോൾ നിലവിൽ ഈ പറയുന്ന എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളെ, രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ എന്തായിട്ട് നിലവിൽ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, അതേപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3 തരംതിരിക്കാം. മക്കളെ, ഈ ഒരു ചാർട്ട് ഉറപ്പായും പഠിച്ചു വെക്കണം. കാരണം SCERT വന്ന ഒരു ചാപ്റ്ററാണ്. താഴെ പറയുന്നവയിൽ ഇതിൽ നിന്നും ബന്ധമുള്ളത്, ബന്ധമില്ലാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് PSC ചോദിക്കും. അവിടെ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ നോക്കാം നമുക്ക് ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത്. അതായത് ഉദാര ആശയങ്ങൾ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളതാണ് ഉദാര ആശയത്തിൻ്റെ ആദ്യത്തെ നമുക്ക് കോട്ടിൽ വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ. പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത. പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത. തുല്യനീതിയും സൗജന്യ നിയമസഹായവും. ഓക്കെ, തുല്യനീതിയും സൗജന്യ നിയമസഹായവും നൽകുക എന്നുള്ളതാണ് ലിബറൽ ആശയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ. അതും ലിബറൽ ആശയത്തിൽ പെടുന്നതാണ്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എന്താണ്? പരിചരണവും അതേപോലെ തന്നെ വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നോക്കിയേ. പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. ഇതും ഏതിൽ പെടുന്നു? ഉദാര ആശയത്തിൽ പെടുന്നു എന്നുള്ളത് ഓർക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന പോയിന്റ്സുകൾ എന്നുള്ളതൊന്ന് നോക്കിയ മക്കളെ. അതായത് നിലവിൽ 4 പോയിന്റ്സ് ആണ് ഉദാര ആശയത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന്, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക. അടുത്തത്, പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത. തുല്യനീതിയും സൗജന്യ നിയമസഹായവും. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ. അടുത്തത്, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. ഇത്രയും വരുന്നത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാര ആശയത്തിലാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, അടുത്തതാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം. തൊഴിലാളികൾക്ക്
ജീവിക്കാൻ ആവശ്യമായ വേതനം, അത് സോഷ്യലിസ്റ്റ് ആശയത്തിൽ പെടുന്നതാണ്. അടുത്തത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം. നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളതും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയത്തിൽ പെടുന്ന 5 കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതായത് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾ പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. ഇത്രയാണ് ഇതിൽ വരുന്നത്, സോഷ്യലിസ്റ്റ് ആശയത്തിൽ വരുന്നത്. അടുത്തതാണ് ഗാന്ധിയൻ ആശയങ്ങൾ. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരിപാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. ഇവിടെയും നമുക്ക് 5 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതായത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, അടുത്തത് കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരിപാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൻ്റെ അകത്ത് വരുന്നത്, ഇവിടെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം മക്കളെ, നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നതിന് വിപുലമായ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ നമുക്ക് എത്രയായി തരംതിരിക്കാം, 3ആയി തരംതിരിക്കാം. ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ പറഞ്ഞു, അതായത് സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. ഈ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങളെന്നും സോഷ്യലിസ്റ്റ് ആശയങ്ങളെന്നും ഗാന്ധിയൻ ആശയങ്ങൾ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ നമുക്ക് 3ആയി തരംതിരിക്കാം. അതിലൊന്നാണ് ഉദാര ആശയം, 2 സോഷ്യലിസ്റ്റ് ആശയം, 3 എന്താണ് ഗാന്ധിയൻ ആശയം. അപ്പോൾ താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെ എത്രയായി തരംതിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ആയി. ഉദാരാശയം, സോഷ്യലിസ്റ്റ് ആശയം, ഗാന്ധിയൻ ആശയങ്ങൾ. മറക്കരുത് മക്കളെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ SCRT കഴിഞ്ഞാൽ നേരെ ഇമ്പോർട്ടൻ്റ് നോട്ട്സ്, അതായത് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് ഉൾപ്പെടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് പോലും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം SCRT പറഞ്ഞ് പിന്നെ അതിന് ശേഷം ഈ നോട്ട്സ് ഉൾപ്പെടെ വായിച്ചു പോകുന്നത്. ഒരു കൺഫ്യൂഷനും വേണ്ട മക്കളെ, സെറ്റാണ്. ഇവിടെ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, ഇനി മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കണം മക്കളെ. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശങ്ങളും, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. ഇവ എന്താണ്, പരസ്പര പൂരകങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നു. കാരണം എന്താവണം, ക്ഷേമരാഷ്ട്രമാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മൗലികാവകാശങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കൊക്കെ പരിധി നിർണ്ണയിച്ചു കഴിയുമ്പോൾ, എന്നാൽ ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അതേപോലെ മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാധാന്യം എന്ത് നൽകുന്നത്, മൗലിക അവകാശം നൽകുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. അതായത് എല്ലാവരുടെയും ക്ഷേമവും ഐക്യവും അതേപോലെ തന്നെ സമാധാനവും സന്തോഷവുമാണ് എന്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ പറഞ്ഞതാണ് അതിൻ്റെ ആർട്ടിക്കിൾ.
ആർട്ടിക്കിൾ 32 അതേപോലെ തന്നെ 226. ഇനി ഇതൊന്നും മക്കളെ ഒരിക്കലും തെറ്റിക്കരുട്ടോ, കാരണം അത്രയും പ്രാവശ്യം നമ്മൾ പറഞ്ഞേക്കണെയാണ്. നിങ്ങളൊരു തവണ ക്വസ്റ്റ്യൻ ബോർഡ് ഇടുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ കുറേ ആളുകൾ തെറ്റിക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സങ്കടം ഇപ്പോൾ എനിക്കാണ്. കാരണം അത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെയാണ് ഓരോ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഒട്ടും വയ്യെങ്കിൽ പോലും ഞാൻ ഒരു ക്ലാസ് നമ്മുടെ വൈകി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഠനം അതിൻ്റെ അകത്ത് എന്താണ് ഉഴപ്പ് വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് ചെയ്യുന്നത് പോലും. ഓക്കെ, അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ആത്മാർത്ഥത്തോടുകൂടി തന്നെ എന്ത് ചെയ്യുക, ഓരോ ക്ലാസ്സും പഠിച്ച് സെറ്റായി തന്നെ പോകണം. ഓക്കെ, ഇനി നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ മൗലികാവകാശം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ലംഘിക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല മക്കളെ, കോടതിയെ സമീപിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനായി സങ്കീർണമായ നടപടികൾ ആവശ്യമാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും അതേപോലെ തന്നെ നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കാവുന്നതുമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ മൗലിക അവകാശങ്ങൾ വ്യക്തിക്ക് പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ എന്താണ് ഒരു എന്താണ് മൊത്തമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തെയാണ് മാർഗനിർദ്ദേശക സാമൂഹ്യ സാമ്പത്തിക ജനാധിപത്യത്തെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി സാക്ഷാത്കരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നിലവിൽ മൗലികാവകാശങ്ങളും അതേപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഉദാര ആശയ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. 1976 തുല്യ വേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രവർത്തിക്കുന്നതിനായി നടപ്പിലാക്കിയതാണ്. ഓക്കെ, അപ്പോൾ നോക്കി, നിലവിൽ ഈ പറയുന്ന നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ 3ആയി തരംതിരിക്കാമെന്ന് പറയുന്ന ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ, ഇവയ്ക്കുള്ള ഉദാഹരണങ്ങളാണ് നിലവിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കി, അതായത് നിലവിൽ ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്നത് എന്തിൻ്റെ ആശയമാണ്? ഗാന്ധിയൻ ആശയമാണ്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, അതായത് ഈ ഒരു ആശയം 1993 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഗാന്ധിയൻ ആശയമാണെന്നുള്ളത് ഓർക്കുക. ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസം, അതായത് നമ്മൾ പറഞ്ഞു ഉദാര ആശയം എന്ന് പറയുന്ന ആദ്യത്തെ തന്നെ വരുന്ന ആ ഒരു കാര്യം, ഉദാര ആശയങ്ങൾ അതിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, നിലവിൽ ഈ പറയുന്ന സൗജന്യ വിദ്യാഭ്യാസം, അതായത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 86 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ ഈ പറയുന്ന 1986 എന്തൊക്കെ ഈ പറയുന്ന നമ്മുടെ ഉദാര ആശയത്തിൽ പെടുന്നവയാണ് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും 2009 വിദ്യാഭ്യാസ അവകാശ നിയമവും. ഏത് ആശയത്തിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാര ആശയത്തിൽ വരുന്നു. ഓക്കെ, പഞ്ചായത്ത് രാജ് 93 എന്താണ് നിയമങ്ങളിലൂടെ ഉറപ്പാക്കിയിട്ടുള്ള ഉദാര ആശയമാണെന്നുള്ളത് ഓർക്കുക. ഇനി 76 തുല്യവേതന നിയമം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ആശയമാണ്. എന്നാൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SCERT നമുക്ക് പഠിക്കാനുള്ളത്. പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ SCERT ഫാക്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഇനി നമുക്ക് നിലവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സിലേക്ക് പോകാം. അപ്പോൾ നോട്ട്സ് പഠിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. 1-2 തവണ വേണമെങ്കിൽ നിങ്ങളതൊന്ന് കേട്ട് നോക്കിക്കോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, സൗണ്ട് സ്വല്പം കുറവാണ്, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഭയങ്കര സൗണ്ടിലേക്ക് പോവാത്തത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതിൻ്റെ ഇംഗ്ലീഷ്
ഇംഗ്ലീഷാണ് മക്കളെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. നിയമനിർമ്മാണത്തിലും നിർവഹണത്തിലും രാഷ്ട്രം പിന്തുടരേണ്ട അടിസ്ഥാന ലക്ഷ്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ തന്നെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ തന്നെ നേതാക്കൾ എഴുതി വച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഈ പറയുന്ന ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതനുസരിച്ച് വേണം മുന്നോട്ടേക്ക് പോകാൻ എന്നൊക്കെയാണ് എന്തിലൂടെ പറഞ്ഞൊപ്പിക്കുന്നത്, ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെ പറയുന്നത്. അതായത് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് എന്തെന്ന് പറയുന്നത്, ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രം അറിയപ്പെടുന്നതാണ് ക്ഷേമരാഷ്ട്രം. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4-ാം ഭാഗത്തിലാണ്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗമേതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ നിസ്സംശയം നമുക്ക് പറയാം എന്താണ്, മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. പാർട്ട് 4. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഓക്കെ, ഓർത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ക്ഷേമരാഷ്ട്രം ലക്ഷ്യമിട്ട് രാജ്യം ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന ലക്ഷ്യങ്ങൾ ജനങ്ങളുടെ സംരക്ഷണവും സേവനവും പൊതുവിഭാഗങ്ങളുടെ വിതരണവും വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം. ഇതൊക്കെയാണ് ക്ഷേമരാഷ്ട്രം ലക്ഷ്യമിട്ട് രാജ്യം ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ചോദിച്ചാൽ മക്കളെ തെറ്റിക്കരുത്, സ്പെയിനാണ്. ഓക്കെ, ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് സ്പെയിനാണ്. ഓക്കെ, ഇത് ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാ, അയർലൻഡിൽ നിന്നാണ്. അയർലൻഡ് കടം കൊണ്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ എവിടെ നിന്നാ, അത് സ്പെയിനിൽ നിന്നാന്നുള്ളതും ഓർക്കുക. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏത് മുതൽ ഏത് വരെയാ, 36 മുതൽ 51 വരെയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്, 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ നടപ്പിലാക്കേണ്ട തത്വങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് സാപ്രു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്. നമ്മൾ പറഞ്ഞു ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാപ്രു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നത് നിലവിൽ അത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് നടപ്പാക്കാൻ കോടതിയെ സമീപിക്കാൻ പറ്റത്തില്ല. അതായത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ നിർദ്ദേശക തത്വങ്ങളെ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ഗാന്ധിയൻ എന്നും അതേപോലെ തന്നെ എന്താണ് ലിബറൽ എന്നും അതേപോലെ തന്നെ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളെ ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നും 3ആയിട്ട് നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ തരംതിരിക്കാം. അതിൽ വരുന്ന ഗാന്ധിയൻ അനുച്ഛേദം ഇത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നോക്കിയേ, ഗാന്ധിയൻ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 40, 43, 43B, 46, 47, 48. ഇനി സോഷ്യലിസ്റ്റ് അനുച്ഛേദങ്ങളാണ് 38, 39, 39, 41, 42, 43A, 43, 43A എന്നിവ, 43D, 47 എന്നിവ. ലിബറൽ ഇന്റലക്ച്വൽ അനുച്ഛേദങ്ങളാണ് 44, 45, 48, 48A, 49, 50, 51 എന്നിവയാണ് ഈ പറയുന്ന മൊത്തം. അതായത് ഈ ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ തരംതിരിച്ചു കഴിയുമ്പോൾ ഗാന്ധിയൻ ആശയങ്ങളിൽ വരുന്ന അനുച്ഛേദങ്ങൾ, അതേപോലെ സോഷ്യലിസ്റ്റ് അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ലിബറൽ ഇന്റലക്ച്വൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതുമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞത്. ഇനി ഇത് ഓരോന്നും നമ്മൾ പഠിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവസാനം നമുക്കിത് എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം.
കാര്യം ഓക്കെ ആണല്ലോ, സെറ്റ്. ഇനി അനുച്ഛേദം 36 നമ്മൾ പറഞ്ഞു, നിലവിൽ ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിൽ അനുച്ഛേദം എവിടെ മുതലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 36 to 51 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഇത് പറയുന്നത്. അപ്പോൾ 36 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനമാണ് ആർട്ടിക്കിൾ 36 പറയുന്നത്. 37 ആണെങ്കിലോ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, അത് കോടതിയിലൂടെ നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 37 നമ്മളിപ്പോൾ SC പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് പറയത്തില്ല, പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇപ്പോൾ ഓരോ അനുച്ഛേദവും എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, കോടതിയിലൂടെ നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് അനുശാസിക്കുന്നു. നമുക്കതായത് 48 വരെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് 48, 47, 46, 43B, 43, 40 ഇത്രയും എന്താ നിലവിൽ ഗാന്ധിയൻ അനുച്ഛേദങ്ങളാണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഏതാ, നിലവിൽ ഗാന്ധിയൻ അനുച്ഛേദമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കി, തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു. ഓക്കെ, അപ്പോൾ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും അനുശാസിക്കുന്നതാണ് 39A എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ 39D, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്നു. ഇത് ഒത്തിരി തവണ മക്കളെ ചോദിച്ച ചോദ്യമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിക്കരുത്. അനുച്ഛേദം 39D ആണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്നത്. 39D സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്നത് ഏത് ആർട്ടിക്കിളാ? 39D ആണ്. അനുച്ഛേദം 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഇത്. LGS മുതൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചേക്കണ അനുച്ഛേദമാണ്. മക്കളെ എഴുതി വച്ചു പഠിച്ചോ, ഒരു നഷ്ടവും ഇല്ല. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് അനുശാസിക്കുന്നത് 39D. അതേപോലെ തന്നെ 40 ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 41 തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്തുവാൻ രാഷ്ട്രം അതിൻ്റെ സാമ്പത്തികമായ കഴിവിൻ്റെയും വികസനത്തിൻ്റെയും പരിധിക്കുള്ളിൽ ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 41. ഓക്കെ, 42 നീതിപൂർവവും മനുഷ്യോചിതവുമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക. പ്രസവാനുകൂല്യം ഉറപ്പുവരുത്തുന്നത് ഏതാണ്? അനുച്ഛേദം 42 നീതിപൂർവവും മനുഷ്യോചിതവുമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, പ്രസവാനുകൂല്യം ഉറപ്പുവരുത്തുക. ഇത് അനുച്ഛേദം 42. അനുച്ഛേദം 43 തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്നു. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 43A വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ. ഓക്കെ, അപ്പോൾ വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ അനുച്ഛേദം 43A ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ ഏത് ആർട്ടിക്കിളാണ്? 43A ആണെന്നുള്ളത് ഓർക്കുക. അടുത്തത് അനുച്ഛേദം 43B ആണ്. സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ, നടത്തിപ്പ്, പ്രമോഷൻ തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2011 97 ഭരണഘടനാ ഭേദഗതി വഴിയാണ് അനുച്ഛേദം 43B കൂട്ടിച്ചേർത്തത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ, നടത്തിപ്പ്, പ്രമോഷൻ തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2011 97 ഭരണഘടനാ ഭേദഗതി വഴിയാണ് അനുച്ഛേദം 43B കൂട്ടിച്ചേർത്തത്. അടുത്തത് അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡ്. എത്ര തവണയാണ് ഈ ചോദ്യം വന്നതെന്ന് അറിയത്തില്ല മക്കളെ, അത്ര തവണ ചോദിച്ചതാണ്. പുതിയ പിള്ളേരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും എഴുതി വെച്ച് പഠിച്ചോ. അനുച്ഛേദം 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നു. ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ മക്കളെ ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നമ്മുടെ ഉത്തരാഖണ്ഡാണ്. സംസ്ഥാന രൂപീകരണം മുതൽക്കേ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയാണ്. 1867 പോർട്ടുഗീസ് സിവിൽ കോഡ് തന്നെയാണ് ഗോവ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ശേഷവും പിന്തുടരുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ സംസ്ഥാന രൂപീകരണം മുതൽക്കേ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ
1867 പോർട്ടുഗീസ് സിവിൽ കോഡ് തന്നെയാണ് ഗോവ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ശേഷവും പിന്തുടരുന്നത്. ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ്. ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഒട്ടും സംശയിക്കേണ്ട, അത് കേരളമാണ്. 45 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നത് അനുച്ഛേദം 45 ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നത് അനുച്ഛേദം 45 ആണ്. അനുച്ഛേദം 46 പട്ടികജാതികളുടെയും പട്ടിക ഗോത്രവർഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് അനുശാസിക്കുന്നു. അനുച്ഛേദം 47 മദ്യനിരോധനം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ആർട്ടിക്കിൾ 47 മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. പൊതുജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഉള്ള പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം ഒത്തിരി തവണ ചോദിച്ചു പോയിട്ടുണ്ട് ഈ ഒരു ചോദ്യം. PYക്കൊക്കെ ആൻസർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാകും. സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്താന്നുള്ളത് ഓർക്കുക. അപ്പോൾ സംസ്ഥാന രൂപീകരണം മുതൽക്കേ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്താണ്. അപ്പോൾ മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ചോദിച്ചാൽ അത് 47 ആണ്. 48 ഗോവധ നിരോധനം. കൃഷി, മൃഗ സംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 48 എന്തിനെക്കുറിച്ച്? ഈ പറയുന്ന ഗോവധ നിരോധനം, കൃഷി, മൃഗസംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഗോവധ നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4. ഗോവധ നിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്താണ്. അപ്പോൾ അവിടെ മദ്യവും ഇല്ല, അതേപോലെ തന്നെ ഗോവധവും ഇല്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏത് സംസ്ഥാനം? ഗുജറാത്ത്. 48A അനുച്ഛേദം പറയുന്നത് പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 48A ആണ്. 49 ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണമാണ് അനുച്ഛേദം 49. ഓക്കെ, അപ്പോൾ അനുച്ഛേദം 49 എന്താ പറയുന്നത്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങള്, സ്ഥലങ്ങള്, വസ്തുക്കള് എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? അനുച്ഛേദം 49 എന്ന് പറയുന്നത്. ഓക്കെ, ബോറൊന്നും അടിച്ചിട്ടില്ലല്ലോ, കാരണം നമുക്കിത് പഠിക്കണം, പഠിക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് പഠിക്കുക, അതേപോലെ തന്നെ റിവിഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കയ്യിൽ അഡ്വൈസ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നവരെ നമ്മൾ ചെയ്യേണ്ട പരിപാടി. അപ്പോൾ ചെറിയ ചെറിയ എന്താണ് ഒരു സിനിമ കാണുന്ന ഫീലൊന്നും ഒരിക്കലും ഇതിന് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക, ബാക്കി അത് ഓക്കെ ആയിക്കോളും. നമ്മളിപ്പോൾ ഒരു പാട്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ പാട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് പഠിക്കണമെന്ന് കേട്ടിട്ടാണോ നമ്മൾ ആ പാട്ട് പഠിക്കുന്നത്? അല്ല, നമ്മൾ ഇഷ്ടത്തോടെ കുറേ പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നമ്മളതങ്ങ് പഠിക്കും. അതേപോലെ തന്നെയാണ് PSCയുടെ ക്ലാസ്സുകളും. നമ്മളിത് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരും, അതേപോലെ തന്നെ എന്താണ് വലിയ ഇഷ്ടമൊന്നും തോന്നത്തില്ല. പക്ഷേ പിന്നീട് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ പഠിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സെറ്റാക്കാനാണ് എന്നൊക്കെ മനസ്സിലൊരു ചിന്തയൊക്കെ വരുമ്പോൾ അത് പയ്യെ പയ്യെ മാറിക്കോളും. പിന്നീട് ഈ പറയുന്ന ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ വന്നോളും. അങ്ങനെ നിങ്ങളും എന്ത് ചെയ്യും? ഈ പറയുന്ന ക്ലാസ്സുകളെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാനും അതിനെയൊക്കെ നമ്മൾ കൂടുതൽ പ്രണയിക്കുക എന്നുള്ള ലെവലിലേക്കൊക്കെ പോകും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് PSCയെ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് PSCയെ പ്രണയിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പോവുക. ഓക്കെ, നമുക്ക് അനുച്ഛേദം 50 കുറിച്ച് പഠിക്കാം. അതായത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നത് അനുച്ഛേദം 50. അപ്പോൾ 50-50 എന്ന് ഓർത്താൽ മതി. നീതിന്യായം, കാര്യനിർവഹണം രണ്ടും എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അനുച്ഛേദം 50? 50-50. പകുതി എന്താണ്? നീതിന്യായം, പകുതി കാര്യനിർവഹണം എന്ന് ഓർത്താൽ മതി. അപ്പോൾ രണ്ടിനെയും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ 50 എന്നുള്ളത് ഓർക്കുക. അനുച്ഛേദം 51 അതായത് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും അതേപോലെ തന്നെ ബഹുമാന്യവുമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് പ്രയത്നിക്കേണ്ടതാണ് എന്ന് പറയുന്നതാണ്
അനുച്ഛേദം 51. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാൻ അനുശാസിക്കുന്നു. രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിപൂർവവും ബഹുമാന്യവുമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് പ്രയത്നിക്കേണ്ടതാണ് എന്ന് പറയുന്നത് അനുച്ഛേദം 51 എന്നുള്ളത് കൂടി ഓർക്കുക. 4-ാം ഭാഗത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത ചില നിർദ്ദേശക തത്വങ്ങൾ മറ്റു ഭാഗങ്ങളിലുള്ളവ കൂടി നമുക്കൊന്ന് നോക്കാം. അനുച്ഛേദം 335 സർവീസുകളിലേക്കും തസ്തികകളിലേക്കും പട്ടികജാതിക്കാർക്കും പട്ടികഗോത്രക്കാർക്കുമുള്ള അവകാശങ്ങളാണ്. അതേപോലെ 350A ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകണമെന്നുള്ള സൗകര്യങ്ങൾ. 351 ഹിന്ദി ഭാഷയുടെ വികസനത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അനുച്ഛേദം 351. അപ്പോൾ 335 സർവീസുകളിലേക്കും തസ്തികകളിലേക്കും പട്ടികജാതിക്കാർക്കും പട്ടിക ഗോത്രങ്ങൾക്കുമുള്ള അവകാശങ്ങളെയാണ് അനുച്ഛേദം 335. 350A ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സൗകര്യങ്ങളെക്കുറിച്ച് പറയുന്നു. 351 ഹിന്ദി ഭാഷയുടെ വികസനത്തിനുള്ള നിർദ്ദേശം. ഇനി നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ. ഇത് നിയമസാധുത ഇല്ലായ്മ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു നോൺ ജസ്റ്റിഷ്യബിൾ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നിയമസാധുത ഇല്ലായ്മ, യുക്തിരഹിതമായ ക്രമീകരണം, യാഥാസ്ഥികത്വം, അതേപോലെ തന്നെ ഭരണഘടനാപരമായ തർക്കത്തിന് സാഹചര്യമൊരുക്കുന്നു. ഇതൊക്കെയാണ് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിയമസാധുത ഇല്ലായ്മ, യുക്തിരഹിതമായ ക്രമീകരണം, യാഥാസ്ഥിതികത്വം, ഭരണഘടനാപരമായ തർക്കത്തിന് സാഹചര്യമൊരുക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ വിമർശനങ്ങൾ. ഇനി നമുക്ക് നിർദ്ദേശക തത്വങ്ങളുടെ വിശേഷണങ്ങൾ. ഉറപ്പായും PSC ഈ പറയുന്ന വിശേഷണങ്ങൾ എന്നും PSCക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മൾ INC പഠിച്ചപ്പോഴും വിശേഷണങ്ങൾ പഠിച്ചു, 8057 റിവോൾട്ട് പഠിച്ചപ്പോഴും വിശേഷണങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് വിശേഷണങ്ങൾ പഠിക്കാനുണ്ട്. വേറൊരു ഓപ്ഷൻ ഇല്ല മക്കളെ, നമുക്ക് എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും ഓരോന്നെങ്കിലും പഠിച്ചു പോയാലും മതി. എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫുള്ള് ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് BR അംബേദ്കർ ആണ്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആണ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന നിർദ്ദേശക തത്വത്തെ വിളിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്, ഡോക്ടർ BR അംബേദ്കർ ആണ്. ദി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞതും ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. അടുത്തത് എ ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് കൺവീനിയൻസ് ഓഫ് ബാങ്ക് എന്ന് പറഞ്ഞത് അത് KT ഷായാണ്. എ ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് കൺവീനിയൻസ് ഓഫ് ദ ബാങ്ക് അത് KT ഷായാണ് അങ്ങനെ പറഞ്ഞത്. എ ചെക്ക് ഓൺ എ ബാങ്ക് പേയബിൾ അറ്റ് കൺവീനിയൻസ് ഓഫ് ദ ബാങ്ക് അത് KT ഷായാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് പയസ് സൂപ്പർ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞത് KT ഷായാണ്. പയസ് സൂപ്പർ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞത് KT ഷാ. അതേപോലെ തന്നെ പയസ് അസ്പിറേഷൻ എന്ന് പറഞ്ഞത് ഐവർ ജെന്നിങ്സ് ആണ്. പയസ് അസ്പിറേഷൻ എന്ന് പറയുന്നത് ഐവർ ജെന്നിങ്സ് ആണ്. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു വിളംബര പത്രിക എന്ന് പറയുന്നത് KC വെയർ ആണ്. ചോദിച്ചേക്കണാണ് കേട്ടോ. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് KC വെയർ ആണ്. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ എന്ന് പറഞ്ഞത് TT കൃഷ്ണമാചാരിയാണ്. മനോവികാരങ്ങളുടെ യഥാർത്ഥ ചവറ്റുവീപ്പ. അതേപോലെ തന്നെ മോറൽ പേഴ്സെപ്റ്റ്സ് ഓഫ് ദ അതോറിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് BN റാവു ആണ്. ഓക്കെ, അപ്പോൾ മോറൽ പെർസെപ്റ്റ്സ് ഫോർ ദ അതോറിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് BN റാവു. അടുത്തത് ജനുവരി 2-ാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനങ്ങളെ പോലെ എന്ന് പറഞ്ഞത് നസറുദ്ദീനാണ്. ഓക്കെ, അപ്പോൾ ജനുവരി 2-ാം തീയതി ലംഘിക്കപ്പെടുന്ന പുതുവർഷ തീരുമാനങ്ങളെന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നസറുദ്ദീനാണ്. ദി ലൈഫ് ഗിവിംഗ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അത് LM സിംഗ്വി ആണ് അങ്ങനെ പറഞ്ഞത്. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറുമെന്ന് പറഞ്ഞത് MC ചങ്ലയാണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് MC ചങ്ല. അദ്ദേഹം പറഞ്ഞതാണ്
ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറുമെന്ന് പറഞ്ഞത് MC ചങ്ലയാണ്. നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത്, ഈ ചോദ്യം ചോദിച്ചേക്കുന്നതാണ് മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. ഓക്കെ, അപ്പോൾ നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് അത് ഗ്രാൻവില ഓസ്റ്റിൻ ആണ്. ഓക്കെ, അപ്പോൾ നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില ഓസ്റ്റിൻ. മൗലികാവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയ്ക്കുള്ള വൈരുദ്ധ്യങ്ങളാണ്. മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങളും ഇടയിൽ തർക്കം വന്നാൽ മൗലികാവകാശം നിലനിൽക്കും എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചമ്പകം ദുരൈരാജൻ കേസാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ ഒരു തർക്കം വന്നാൽ മൗലികാവകാശം നിലനിൽക്കും എന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലാണെന്ന് ചോദിച്ചാൽ ചമ്പകം ദുരൈരാജൻ കേസാണ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാനാകില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഗോലക്നാഥ് കേസ് 1967. അതായത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ ആകില്ല എന്ന് വിധിച്ചതാണ് 1967 ഗോലക്നാഥ് കേസ്. ഓക്കെ, ഇനി മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങളെക്കാൾ മേൽക്കോയ്മ ഉണ്ട് എന്നിരുന്നാലും ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ മൗലികാവകാശങ്ങൾക്ക് നിർദ്ദേശക തത്വങ്ങളെക്കാൾ മേൽക്കോയ്മ ഉണ്ട് എന്നിരുന്നാലും ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട് പാർലമെൻറ്റിന്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അതായത് നിലവിൽ ഗോലക്നാഥ് കേസിലെ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതികൾ. ഓക്കെ, അപ്പോൾ ഗോലക്നാഥ് കേസിലെ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതികൾ. ഗോലക്നാഥ് കേസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഗോലക്നാഥ് കേസിലെ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിനായിട്ട് പാർലമെൻറ്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി 24-ാം ഭേദഗതി 1971, 25-ാം ഭേദഗതി 1971. 1976 42-ാം ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങൾ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളാണ് 39A-യും 43A-യും 48A-യും. ഇത് ഓർത്തു വച്ചോ. 76 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ 39A, 43A, 48A. ഓക്കെ, അപ്പോൾ 42-ാം ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 39A, 43A, 48A. ഉറപ്പായും പഠിക്കുക, മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് മൗലികാവകാശങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും ഇവ തമ്മിലുള്ള നിലവിലത്തെ ഡിഫറൻസും ബാക്കി കാര്യങ്ങളും ഒന്ന് നോക്കാം. അതായത് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഭരണകൂടത്തെ വിലക്കുന്നതിനാൽ ഇതൊരു നെഗറ്റീവായി കണക്കാക്കുന്നു. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. PSCയുടെ സ്ഥിരം പരിപാടിയാണിത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു മാർക്ക് നമ്മുടെ പിള്ളേരുടെ പോകരുത്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കുക, ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും എന്ത് ചെയ്യുന്നു, മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു, ഭരണകൂടത്തെ വിലക്കുന്നതിനാൽ ഇതൊരു നെഗറ്റീവാണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം എന്താ, നിലവിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ ഇത് എന്ത് ചെയ്യുന്നു, ചില കാര്യങ്ങളിൽ വിലക്കുന്നുണ്ട്. അതുകൊണ്ടാണിത് നെഗറ്റീവ്. അതേപോലെ തന്നെ കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതിനാൽ ഇത് ന്യായവാദത്തിന് അർഹമാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഇത് ജസ്റ്റീഷ്യബിൾ ആണ്. അതായത് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയെ സമീപിച്ച് ഇത് എന്ത് ചെയ്യാം, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. ലീഗൽ സാങ്ഷൻസ് നേടിയെടുക്കാൻ പറ്റുന്നതാണ്, രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നതാണ് എന്തെന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ. നിയമപരമായ അനുമതിയുണ്ട്, അതായത് ലീഗൽ സാങ്ഷൻസ് ഉണ്ട് എന്തിന്, മൗലികാവകാശങ്ങൾക്ക്. വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതായത് ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
നിയമനിർമ്മാണത്തിന് ആവശ്യമല്ലാതെ തന്നെ സ്വയമേവ നടപ്പിലാക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ. അപ്പോൾ ഈ ഒരു 5 പോയിന്റ്സ് മക്കളെ പഠിച്ചു വച്ചോ. വെരി വെരി ഇമ്പോർട്ടൻസ് ആണ്. പറയാം, ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഭരണകൂടത്തെ എന്ത് ചെയ്യുന്നു? നിലവിൽ തടയുന്നു. അതുകൊണ്ട് ഇതെന്താ? നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഒരു നെഗറ്റീവാണ്. അതായത് നിലവിൽ ഇതെന്താണ്? നെഗറ്റീവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഇതൊരു ജസ്റ്റീഷ്യബിൾ ആണ്. ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോടതിയെ സമീപിച്ച് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ന്യായവാദത്തിന് അർഹമാണ്, ജസ്റ്റീഷ്യബിൾ. ഇനി എന്താണ്? രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. അതേപോലെ തന്നെ എന്താണ്? ലീഗൽ സാങ്ഷൻസ്, നിയമപരമായ അനുമതിയുണ്ട്. വ്യക്തികളുടെ ക്ഷേമത്തെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്വയമേവ നടപ്പിലാക്കുന്നതാണ് മൗലികാവകാശങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നിർദ്ദേശക തത്വങ്ങൾ. ചില കാര്യങ്ങൾ ചെയ്യാൻ ഭരണകൂടത്തോട് നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവാണ്. മറ്റത് നെഗറ്റീവ്, ഇതെന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നിലവിലെ പോസിറ്റീവാണ്. മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ ഇത് ന്യായവാദത്തിന് അർഹമല്ല. അതായത് മറ്റത് ജസ്റ്റീഷ്യബിൾ ആണ് മൗലിക അവകാശങ്ങൾ, എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. അതേപോലെ ധാർമ്മികവും രാഷ്ട്രീയവുമായ അനുമതിയുണ്ട്. മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷൻസ്. സമൂഹത്തിന്റെ ക്ഷേമത്തെയാണ്, അതായത് ഒരു വ്യക്തിയല്ല ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത്, ഒരു സമൂഹത്തെയാണ്. നടപ്പിലാക്കാൻ പ്രത്യേക നിയമനിർമ്മാണമുണ്ട്. അവിടെ എന്താണ്? നിലവിൽ നമ്മുടെ മൗലിക അവകാശമാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് നിയമത്തിൻ്റെ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ എന്ത് ചെയ്യാം? അത് നടപ്പാക്കാവുന്നതാണ്. സ്വയമേവ നടപ്പാക്കാം. ഇവിടെ നിയമനിർമ്മാണം ആവശ്യമാണ് നടപ്പിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനോട് കൂടി നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ് വരുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ നമുക്കറിയാം, ഭാഗം 4 വരുന്നത്. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ്, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് വെൽഫെയർ സ്റ്റേറ്റ് ആക്കി ഇന്ത്യയെ മാറ്റുകയാണ് എന്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ഇത് സാമൂഹികവും സാമ്പത്തികപരവുമായ ജനാധിപത്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആശയം നമ്മൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അയർലൻഡിൽ നിന്ന്. എന്നാൽ ലോകത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയിൽ ഇത് ഉൾപ്പെടുത്തിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിനാണെന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെയിനിൽ നിന്നുമാണ് ഇത് കടം കൊണ്ടത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. നിയമപരമായ സാധുതയില്ല. മൗലികാവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ DPSP കോടതി വഴി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ തത്വങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെ ഭരണത്തിന് അടിസ്ഥാനമെങ്കിലും നിയമനിർമ്മാണത്തിൽ ഈ തത്വങ്ങൾ അടിസ്ഥാനപരമായ ആർട്ടിക്കിൾ 37 നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരുകൾ ഇത് പരിഗണിക്കേണ്ടതുണ്ട്. ഇനി ഇവയുടെ നിലവിലത്തെ വിശദീകരണത്തിനായിട്ട് നമുക്ക് ഇവയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളെ നമുക്ക് 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡിവൈഡഡ് ഇൻ ടു 3 ടൈപ്സ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, അടുത്തതാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, ഏറ്റവും അവസാനത്തെയാണ് ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതൊന്ന് ഓടിച്ചു പറയാം. ഗാന്ധിയൻ തത്വങ്ങൾ, അതായത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്, ഗാന്ധിജിയുടെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 40 ഗാന്ധിയൻ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, മദ്യപാനം, കന്നുകാലി, കശാപ്പ് ചെയ്യുന്നത് എന്നിവ നിരോധിക്കുക. ഇതൊക്കെ എന്താണ്? നിലവിൽ ഈ പറയുന്ന ഗാന്ധിയൻ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, സാമൂഹികവും നീതി സാമ്പത്തികവും സമത്വവും ലക്ഷ്യമിടുന്നു. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. നമ്മൾ പറഞ്ഞു 39D ഏതാണ്? സോഷ്യലിസ്റ്റ് തത്വത്തിൽ പെടുന്നതാണ്. സമ്പത്ത് ഒരു വിഭാഗത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നത് തടയുക, പൗരന്മാർക്ക് മതിയായ ജീവിതമാർഗം ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഏതിൽ വരുന്നു? സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പെടുന്നു. അടുത്തതാണ് ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് സ്വാതന്ത്ര്യവും യുക്തി
സഹവുമായ ആശയങ്ങളാണ്. എല്ലാ പൗരന്മാർക്കും ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകുക എന്നുള്ളത് ആർട്ടിക്കിൾ 45 ഇതും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നത് ആർട്ടിക്കിൾ 50. അതേപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാനവും അതേപോലെ തന്നെ സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക ആർട്ടിക്കിൾ 51. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറൽ ആൻഡ് ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇന്ത്യൻ ഭരണഘടന ഈ ഭാഗം ഒരു രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള ധാർമ്മികമായ നിർദ്ദേശങ്ങളിലാണ് നൽകുന്നത്. അതായത് എന്താണ് ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. മക്കളെ 1, 2, 3 തവണയെങ്കിലും ഇതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നും വരുന്ന മുഴുവൻ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ മക്കളെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 1, 2 തവണ ക്ലാസ് കേൾക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഇനിയും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമ്മളിടുന്ന ക്ലാസ് എല്ലാം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. PDF നോട്ട് അവിടെ വരുന്നതാണ്. അതേപോലെ തന്നെ നിലവിൽ നമ്മുടെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിൻ്റെ നിലവിലത്തെ ക്വസ്റ്റ്യൻ പോള് രാത്രി 9 മണിക്കാണ്. അതിൽ കൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പഠിച്ചത് മക്കളെ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പോള് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലും എല്ലാവരും അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വരുന്ന എക്സാമുകൾ ആവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.